ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. ഞാൻ ഒത്തിരി ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് കോക്കയെ പഠിക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഗ്രാം പോസിറ്റീവ് കോക്കയെ നോക്കുകയാണെങ്കിൽ ജീനസ് സ്റ്റഫൈലോകോക്കസും ജീനസ് സ്ട്രെപ്റ്റോകോക്കസും ആണ് ഗ്രാം പോസിറ്റീവ് കോക്കയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് വി വിൽ ബി ലേണിംഗ് അബൌട്ട് ദിസ്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് നമ്മൾ സ്റ്റഫൈലോകോക്കസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് കോക്കെ ആണ് ഈ ഒരു സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സ്പിറിക്കൽ സെൽസ്. കോക്കെ എന്ന് പറയുന്നത് സ്പിറിക്കൽ ആണെന്ന് നമുക്കറിയാം. ആൻഡ് അവർ ക്ലസ്റ്റേഴ്സ് പോലെയായിട്ട് ഒരു ഗ്രേപ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇവിടെ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത്. ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക്കായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും, അനേറോബിക്കായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് they can be called as facultatively anaerobic. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാട്ടോ. അത് അവർ സ്പിറിക്കൽ സെൽസ് ആണ്, ക്ലസ്റ്റർ പോലെ, അതായത് ഒരു മുന്തിരിക്കൊല ഓർത്താൽ മതിയിടോ. ആൻഡ് ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക്, അതായത് ബോത്ത് എയറോബിക്കുമായിട്ടും പറ്റും അനേറോബിക്കുമായിട്ടും പറ്റും. അതായത് ഓക്സിജൻ ഉള്ളതും ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, ഓക്സിജൻ ഇല്ലാതെയും സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. നോൺ സ്പോർ ഫോമിങ്, അതായത് സ്പോർ ഉണ്ടാക്കത്തില്ല. ഓക്കെ, പിന്നെ നോൺ മോട്ടൈൽ ആണ്, അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സിംഗിൾ കോക്കയുണ്ട്, സിംഗിൾ ആയിട്ട് ഉണ്ടാവും, പെയർ ആയിട്ട് ഉണ്ടാവും. ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 എണ്ണം, ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മുന്തിരിക്കൊല. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ആ ഒരു സ്റ്റഫൈലോകോക്കസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവര് സാൾട്ട് ടോളറന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ദേ ആർ സാൾട്ട് ടോളറന്റ്. കാരണം നമ്മളൊരു മീഡിയം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl വെക്കാന്ന് കരുതുക. ഇത് വളരെ ടോളറന്റ് ആണ് സാൾട്ട്. നമുക്കറിയാം ഏകദേശം ഒരു 28% ഓഫ് സാൾട്ടിന് ഇത് ടോളറന്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് വിച്ച് എക്സ്പ്ലെയിൻ ഹൗ ദേ ടോളറേറ്റ് ദ സാൾട്ട് ഡെപ്പോസിറ്റ് ഓൺ ഹ്യൂമൻ സ്കിൻ ബൈ സ്വെറ്റ് ഗ്ലാൻസ്. അപ്പോൾ ഈ ഒരു സ്വെറ്റ് ഗ്ലാൻസിലൊക്കെ യൂഷ്വലി സാൾട്ട് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത്രമാത്രം അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇവര് കാറ്റലൈസ് എൻസൈം സിന്തസൈസ് ചെയ്യും. അതിപ്പോ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത് എന്താണ് സിന്തസൈസ് ചെയ്യുന്നത്? കാറ്റലൈസ്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് നമുക്കറിയാം ഗ്രാം പോസിറ്റീവ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഇപ്പോഴേ പഠിച്ചു പോട്ടോ. നമ്മുടെ സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ആണ്. ഈ സ്റ്റഫൈലോകോക്കസിനെയും സ്ട്രെപ്റ്റോകോക്കസിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒബ്വിയസ്ലി കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം, അതാണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് റേഡിയേഷനോട് അത് ടോളറന്റ് ആണ്, ഹീറ്റിനോട് ടോളറന്റ് ആണ്. നിങ്ങൾ ആലോചിക്കുക, 60 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 30 മിനിറ്റ്, ഏകദേശം അരമണിക്കൂർ വരെ ഈ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താലും ഈ ഒരു സ്റ്റഫൈലോകോക്കസ് നശിച്ചു പോകത്തില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല, ഈ ഒരു എൻവയോൺമെന്റൽ സർഫസിൽ പോലും ഈ ഒരു ബാക്ടീരിയ, ഈ ഒരു സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയ എന്താണ് സർവൈവ് ചെയ്യും. അപ്പോൾ ഒന്നോടെ നോക്കുക കേട്ടോ. ഗ്രാം പോസിറ്റീവ് ആണ്, സ്പിറിക്കൽ സെൽസ് ആണ്, ക്ലസ്റ്റർ പോലെയാണ് യൂഷ്വലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് ആണ്, അതുകൊണ്ടാണ് ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് എന്ന് പറയുന്നത്. പിന്നെ നോൺ സ്പോർ ഫോമിംഗ് ആണ്, നോൺ മോട്ടൈൽ ആണ്, സിംഗിൾ കോക്കെ, പെയർ, ടെട്രാഡ് ആൻഡ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കും. അവർ സാൾട്ട് ടോളറന്റ് ആണ്. ആൻഡ് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കും. ആൻഡ് അതുപോലെ തന്നെ റേഡിയേഷൻ ഹീറ്റ് ടോളറന്റ് ആണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഏകദേശം സ്റ്റഫൈലോകോക്കസ് നമ്മൾ പറയുവാണെങ്കിൽ 40-ലധികം സ്പീഷീസ് ഈ ഒരു സ്റ്റഫൈലോകോക്കസിനുണ്ട്. ഓക്കെ, സ്റ്റഫൈലോകോക്കസിൽ എന്നാണ് 40-ലധികം സ്പീഷീസ് നമ്മുടെ സ്റ്റഫൈലോകോക്കസിനുണ്ട്. ആൻഡ് അതിൽ ഈ ഒരു 3 ക്ലിനിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ആ 40 ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റഫൈലോകോക്കസ് ഓറസ്, ഇതിൽ സ്റ്റഫൈലോകോക്കസ് ഓറസ് ഇസ് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റഫൈലോകോക്കസ് ഓറസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റഫൈലോകോക്കസ് ഓറസ്? സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. ഏതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറസ് ഉണ്ട്, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ഉണ്ട്, സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോളാം. സ്റ്റഫൈലോകോക്കസ് ഓറസ്, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്.
ഇപ്പോഴേ തന്നെ പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സ്റ്റഫൈലോകോക്കസ് ഓറസ് പഠിക്കും. അതിന്റെ കാര്യങ്ങൾ സ്റ്റഫൈലോകോക്കസ്, ഇതിൽ നിങ്ങൾ നോക്ക്, സ്റ്റഫൈലോകോക്കസ് ഓറസ് ആണ് കുറച്ചധികം ഉള്ളത്. ഓക്കെ, പിന്നെയുള്ള സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിസ് ഇത്ര ഉള്ളൂടാ. ഫൈറ്റക്കസ് അതിന്റെ ഇത്ര ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ പഠിച്ചു തീർക്കാം കേട്ടോ. സിമ്പിൾ ആണ്, അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, സിമ്പിൾ ആണെന്ന് കരുതി പഠിക്കുക. അപ്പോൾ സ്റ്റഫൈലോകോക്കസ് ഓറസ് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ എൻസൈംസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന്റെ എൻസൈംസ് ഫുള്ളും പഠിക്കാം. എന്തോരം എൻസൈംസ് ഉണ്ടെന്ന് അറിയാം, ഏകദേശം 8 എൻസൈംസ് ഉണ്ട്. അത് ഫുള്ള് നിങ്ങൾ പഠിക്കാം. MCQ, 1 word, or if they can be asking about Staphylococcus aureus. Staphylococcus aureus എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഫൈലോകോക്കസ് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ തന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എഴുതിയിട്ട് വേണം പിന്നെ വിത്ത് അതിന്റെ പിക്ചർ. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, സിമ്പിൾ ആണ് വരയ്ക്കാൻ. ഓക്കെ, ആ ഒരു പിക്ചർ ഇതൊക്കെ വരയ്ക്കുക ആൻഡ് എൻസൈംസിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആണ് എൻസൈംസ് കാറ്റലീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്റ്റഫൈലോകോക്കസ് ഓറസ് സ്ട്രെപ്റ്റോകോക്കയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കാറ്റലൈസ് എന്ന് പറഞ്ഞൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എൻസൈംസ് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് കാറ്റലൈസ് എന്ന് പറഞ്ഞൊരു എൻസൈം ആണ്. അപ്പൊ ഇതൊരു പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കസ് H2O2. അതിന് നമ്മൾ H2O and O2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത്രയും ഓർത്താൽ മതി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എന്താ പറയുന്നത് സെന്റൻസ് ആക്കി എഴുതാൻ പറ്റിയില്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് എങ്കിലും ചെയ്തിരിക്കുക. ഓക്കെ, എല്ലാം ഓർത്തിരുന്നില്ലേ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എൻസൈം നമ്മൾ ഓൾറെഡി ഫസ്റ്റിലെ പഠിച്ചായിരുന്നു, കാറ്റലൈസ്. അത് എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ലടാ, H2O2നെ H2Oവും അതായത് വെള്ളവും ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ കാറ്റലൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൊയാഗുലേസ് ആൻഡ് ക്ലംബിംഗ് ഫാറ്റ്. നമുക്കറിയാലോടാ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ASE എന്ന് പറയുന്ന എന്തൊരു വേർഡ് എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? എൻസൈം ആണ്. അപ്പോൾ അടുത്തത് കൊയാഗുലേസ് ആണ്. ഡെപ്പോസിറ്റ് ഫൈബ്രിൻ ഓൺ ദ സർഫസ് ഓഫ് ഓർഗാനിസം ആൻഡ് ആൾട്ടർ ഇഞ്ചക്ഷൻ ബൈ ഫാഗോസൈറ്റിക് സെൽ. അപ്പോൾ ഈ ഒരു കൊയാഗുലേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഈ ഒരു ഓർഗാനിസത്തിന്റെ എന്താ പറയുന്നത് സർഫസിൽ ഫൈബ്രിൻ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊയാഗുലേസ്. അത്രയും മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. നിങ്ങൾ ഓർത്തിരിക്കുന്ന ഇത്രയായിരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കുള്ളൂ. അപ്പൊ ഇത്ര നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? ഫൈബ്രിൻ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ക്ലംബിംഗ് ഫാക്ടർ എന്താണ്? ക്ലംബിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എ സർഫസ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡറൻസ് ഓഫ് ദ ഓർഗാനിസം ടു ഫൈബ്രിനോജൻ ആൻഡ് ഫൈബ്രിൻ. ഒന്നുമില്ല, ഈ ഒരു ഫൈബ്രിൻ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊയാഗുലേസ് ആണ്. അപ്പൊ അത് ഒട്ടിയിരിക്കാൻ വേണ്ടി, ഒട്ടിയിരിക്കാൻ ഒരു പശ പോലെ ആക്ട് ചെയ്യുന്നതാണ് ക്ലംബിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അത്രയും ഓക്കെയാണ്. അപ്പൊ ഫസ്റ്റത്തെ എൻസൈം ഏതാണടാ? കാറ്റലൈസ് ആണ്. സെക്കൻഡ് എൻസൈം ഏതാടാ? കൊയാഗുലേസ്. ആൻഡ് തേർഡ് വൺ ഒരു ക്ലംബിംഗ് ഫാക്ടർ ആട്ടോ. ഈ ഒരു ഫൈബ്രിനോജനെ ഒട്ടിയിരുത്താൻ, ആ ഒരു ഓർഗാനിസത്തിൽ ഒട്ടിയിരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്തതാണ് സ്റ്റഫൈലോകൈനീസ്. ഓക്കെ, ഡൈജസ്റ്റ് ഫൈബ്രിൻ ക്ലോട്ട്. ഫൈബ്രിൻ ക്ലോട്ടിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് എൻസൈം ഏതാടാ? പഠിച്ചു പൊക്കോടാ. കാറ്റലൈസ് ഉണ്ട്, കൊയാഗുലേസ് ഉണ്ട്, ക്ലംബിംഗ് ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് സ്റ്റഫൈലോകൈനീസ്, അതായത് നമ്മുടെ ഫൈബ്രിൻ ക്ലോട്ടിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈലറോണിഡേസ്. അതായത് ഒരു സ്പ്രെഡിങ് ഫാക്ടർ ആണ്. അതായത് ഹൈലറോണിക് ആസിഡിനെ ഹൈഡ്രോലൈസ് ചെയ്യും. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് അത്രക്കേ ഉള്ളൂ. ഇനി പ്രോട്ടീനേസസ്, ലിപ്പേസസ്. അപ്പോൾ പ്രോട്ടീനേസസ് എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ്പേസ് എന്താണ്? ലിപ്പിഡിനെ ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡേസ്. പിന്നെ ബീറ്റ ലാക്റ്റ മേസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റഫൈലോകോക്കസ് ടു ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ലൈക്ക് പെനിൻസിലിൻ. അതായത് പെനിൻസിലിൻ പോലുള്ള ബീറ്റ ലാക്ടാം ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കൂലോ, അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു എൻസൈമാണ് ബീറ്റ ലാക്ടാമേസ്. 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റ് ചെയ്ത് ഉറപ്പാണ് നിങ്ങൾക്ക് മാർക്ക് വീഴും. അപ്പോൾ ഇത്രയും എൻസൈംസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? കാറ്റലൈസ് ഉണ്ട്, കൊയാഗുലേസ് ആൻഡ് ക്ലംബിംഗ് ഫാക്ടർ പഠിച്ചു പൊക്കോളൂ. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചോളൂ. ഫസ്റ്റ് കാറ്റലൈസ്, കൊയാഗുലേസ്, ക്ലംബിംഗ് ഫാക്ടർ, സ്റ്റഫൈലോ കൈനീസ് ആണ്. പിന്നെ ഉള്ളത് ഹൈലൂറിഡൈസ്.
കുഴപ്പമില്ല. പ്രോട്ടീനേസസ്, പിന്നെ DNA-സസ്, പിന്നെ ലിപ്പേസസ്, പിന്നെ ബീറ്റ ലാക്ടമേസ്. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ഒരു എൻസൈം എന്ന് പറയുന്നത്. ഇനിയാണ് അതിന്റെ ടോക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോക്സിൻസ് എഴുതണം. പിന്നെ അതിന്റെ പാത്തോജെനസിസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് ടോക്സിൻസ്. അപ്പം ടോക്സിൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോക്സിൻ ആണ്. ഇത് നമ്മൾ കാണാണ്ട് പഠിക്കണം. ഹീമോലൈസിൻസ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈസസ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് ബ്രേക്ക് ഡൗൺ, റൈറ്റ്? ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിനെയും റെഡ് ബ്ലഡ് സെൽസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളൊരു എൻസൈം ആണ് ഹീമോലൈസിൻ. ഹീമോ സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ്. ഓക്കെ, സോ ഹീമോലൈസിൻ അങ്ങനെ ഓർത്തിരുന്ന RBC-WBCനെ എന്താണ്? RBC-WBCനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കാപ്പബിൾ ആയിട്ടുള്ളൊരു എന്താണ് ഒരു ടോക്സിനാണ് ഹീമോലൈസിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പാൻറ്റോൺ വാലന്റൈൻ ല്യൂക്കോസൈഡിൻ. ഓക്കെ, അപ്പോൾ വാലന്റൈനൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് വഴിയുള്ളൂ. മൈക്രോബയോളജിയിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഇതൊക്കെ പഠിക്കണം. അപ്പോൾ അതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, ല്യൂക്കോസൈഡ്സ്, സംതിങ് റിലേറ്റഡ് ടു വൈറ്റ് ബ്ലഡ് സെൽ. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പാൻറ്റോൺ വാലന്റൈൻ ല്യൂക്കോസൈഡിൻ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെ കില്ല് ചെയ്യാനായിട്ട് ആണ് ഈ ഒരു ഇതുള്ളത്. ദിസ് ടോക്സിൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ഇൻ MRSA ഇൻഫെക്ഷൻ. നമുക്കറിയാം മെഥിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റഫൈലോകോക്കസ് ഓൾറെഡി പഠിച്ചതാട്ടോ. എന്താണെന്ന് അറിയാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹീമോലൈസിൻ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് ഹീമോലൈസിൻ, സെക്കൻഡ് വൺ പാൻറ്റോൺ വാലന്റൈൻ ല്യൂക്കോസൈഡിൻ. ഓക്കെടാ, അപ്പൊ അത് കഴിഞ്ഞു. ഇനിയാണ് ടോക്സിൻ, എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ. എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ dissolve the mucopolysaccharide matrix of epidermis composed of two distinct protein of same molecular weight. എടാ, ജസ്റ്റ് എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതൊന്നും നിങ്ങൾ ഇപ്പൊ കറന്റ് എക്സാമിനേഷൻ ആണ്. സോ എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. എ എന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റേബിൾ ആണ്. ഏകദേശം 20 മിനിറ്റ് വരെ ബോയിലിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പേര് മെയിനായിട്ട് ഹീമോലൈസിൻ പഠിച്ചു, പാൻറ്റോൺ വാലന്റൈൻ ഗ്ലൂക്കോസൈഡിൻ പഠിച്ചു, പിന്നെ എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ ഉണ്ട്. അത് രണ്ടായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ വരയ്ക്കുക. അങ്ങനെയൊക്കെയാണ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എക്സ്ഫോലിയേറ്റീവ് എ ഉണ്ട് ബി ഉണ്ടെന്ന് പറയാം. എ എന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റേബിൾ ആണ്, 20 മിനിറ്റ് വരെ ബോയിലിങ്ങിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബി എന്ന് പറയുന്നത് ഹീറ്റിൽ അബൈലാണ്, അതായത് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ. ഇത് ആക്ച്വലി ഇതൊരു സ്റ്റഫൈലോകോക്കസ് ഓറിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എന്താ പറയുന്നത് ഒരു എൻസൈം ആണ്. ഇത് മെയിനായിട്ടും എന്താ പറയുന്നടാ, ഇത് നിങ്ങൾ ഓക്കെ സിസ്റ്റമിക് ഡിസീസ് പറയുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വൂണ്ടിലോ എന്തെങ്കിലും ഒരു സ്ക്രേപ്ഡ് വെജൈനിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് അവിടെ ഈ ഒരു സ്റ്റഫൈലോകോക്കസ്, അതായത് ഒന്നുമില്ല, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മുറിവ് വന്നു എന്നൊന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് ബ്ലഡ് വഴി അത് പോയി പിന്നീട് എന്താണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവർ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നല്ലപോലെ ലോ ആവും. അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡ് പ്രഷർ ലോ ആവുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഹാർട്ട്, കിഡ്നി അവിടെയൊക്കെ ഇല്ലേ ഓക്സിജൻ നല്ലപോലെ പോവാതിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഉണ്ടാവും. അതാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഈ ഹാർട്ടിൽ സഫിഷ്യന്റ് ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ അവിടെ എന്താണ് ഷോക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീമോലൈസിൻ, പാൻറ്റോൺ വാലന്റൈൻ ല്യൂക്കോസൈഡിൻ. ഓക്കെ, പിന്നെ എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ എയും ബിയും ഉണ്ട്. ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ. ഇത് പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് മറന്നുകൊണ്ടിരിക്കാനാണ്. ഇനിയാണ് എൻഡറോടോക്സിൻ എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല. എൻഡറോടോക്സിൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. എ ഉണ്ട്, ഇ ഉണ്ട്, ജി, ജെ, കെ, ആർ, യു, വി അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫുഡ്സിലൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം ഇത് ഹീറ്റ് നല്ലപോലെ സ്റ്റേബിൾ ആണ് ആൻഡ്
നമ്മുടെ ഗട്ടിലൊക്കെ പല ബാക്ടീരിയസ് ഉണ്ട്. അത് ഈ പല ഇതിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു എൻഡറോടോക്സിന്റെ അടുത്ത് ഈ ഒരു കളിയൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിസ് ആണ്. അത് ഏത് ടോക്സിൻ ആണ്? എൻഡറോടോക്സിൻ ആണ്. Injection of 25 microgram of enterotoxin B results in vomiting and diarrhea. Emetic effect of enterotoxin is probably the result of central nervous system stimulation. അതാണ് vomiting center എന്ന് പറയുന്നത്. After the toxin acts on neural receptors in the gut. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഹീമോലൈസിൻ ഉണ്ട്. പിന്നെ പറയുന്നത് വെറുപ്പിക്കാനല്ല, ഓർത്തിരിക്കാനാണ്. പാൻഡോം, നമ്മുടെ വാലന്റൈൻ, ലൂക്കോ സൈഡിൻ, പിന്നെ ഉള്ളത് ഏതാണ്? എക്സ്ഫോലിയേറ്റിംഗ് എയും ബിയും ഉണ്ട്. പിന്നെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ ആണ്. പിന്നെ എൻഡറോടോക്സിൻ ഉണ്ട്. ഇത് പല ടൈപ്പ് ഉണ്ട്. ഇ ഉണ്ട്, GJK, UV ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ മെയിൻ കോസ് ഓഫ് ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ഏതാണ്? മെയിൻ കോസ് ഓഫ് ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡറോടോക്സിൻ ബി വഴിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി പാത്തോജെനസിസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്, ഇത് ഏത് സൈറ്റിലാണ് ഉണ്ടാവുന്നത്? ഇത് ഇത്രയും വിറുലന്റ് ആയിട്ട് അപകടകരമായിട്ട് മാറുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈറ്റിലാണ്? അതുപോലെ തന്നെ ഒരാളുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചാണ് ഈ ഒരു പാത്തോജെനസിസ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് അതിന്റെ ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ സ്കിന്നിൽ വരുന്നതുകൊണ്ട് സിസ്റ്റമിക് ഉണ്ട്. അവിടെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഫോളിക്ലൈറ്റിസ് ഉണ്ട്. ഈ ഫോളിക്ലൈറ്റിസിന്റെ കൂടെ വന്നതാണ് ഫെറങ്കിൾ കാർബങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇംപെറ്റിഗോ സെല്ലുലൈറ്റിസ് കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം, പിന്നെ സിസ്റ്റമിക്. അത് വേഗം പറഞ്ഞു പോവാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റഫൈലോകോക്കസ് എന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണല്ലോടാ. അപ്പൊ ഫസ്റ്റ് ആണ് ഇംപെറ്റിഗോ അല്ല കേട്ടോ, ഫോളിക്ലൈറ്റിസ്. ഫോളിക്ലൈറ്റിസ് എന്താടാ? നമ്മുടെ ഹെയർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഹെയറിന്റെ അവിടെ ഒരു ഫോളിക്കിൾ ഉണ്ട്. അതാണ് ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഫോളിക്ലൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾ. അത്ര എഴുതിയാലും മതി. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണടാ, ഒരു അതിന്റെ ബേസില് റെഡ് സോളൻ ആൻഡ് പസ് ഫിൽഡ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഫറങ്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോയിൽ എന്നാണ് പറയുന്നത്, ലാർജ് പെയിൻഫുൾ റേസ്ഡ് നോഡുലർ എക്സ്റ്റൻഷൻ ഓഫ് ഫോളിക്ലൈറ്റിസ് ഇൻ ടു സറൗണ്ടിങ് ടിഷ്യൂ. അതായത് ഈ ഒരു ഫോളിക്ലൈറ്റിസിന്റെ കുറച്ചുകൂടെ സീവിയർ ലാർജ് ആയിട്ട് സറൗണ്ടിങ് ടിഷ്യൂസിൽ വരും. പിന്നെ കാർബങ്കിൾ എന്ന് പറയുന്നത് when several furuncles unite, അതായത് ഈ ഒരു furuncles they form a carbuncle. ഒന്നുമില്ലടാ, ഇത്ര ഓർത്തിരുന്നാൽ മതി. ഫോളിക്ലൈറ്റിസ് അറിയാലോ, ഇൻഫ്ലക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഫറങ്കിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീവിയർ ആവും. കാർബങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഫറങ്കിൾ കുറച്ചുകൂടെ എല്ലാം കൂടെ ടുഗദർ ആയിട്ട് ഡീപ്പായിട്ട് ടിഷ്യൂസിനെ വരെ അറ്റാക്ക് ചെയ്യും. അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഇതാണ് അതിന്റെ പിക്ചർ. ഇനി ഇംപെറ്റിഗോ എന്ന് പറയുന്നത് ഇതാണ്. സ്മോൾ ഫ്ലാറ്റൻഡ് റെഡ് പാച്ചസ് ഓൺ ദ ഫേസ് ആൻഡ് ലിപ്സ്. ലിംസ് എന്താണെന്ന് അറിയാലോ, കൈയും കാലിലും. യൂഷ്വലി ചിൽഡ്രനിലാണുള്ളത്. വാവകൾക്കൊക്കെയാണ് ഉണ്ടാവുള്ളൂ, കുഞ്ഞു വാവകൾക്കാണ് ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലപോലെ ഡെവലപ്പ് ആയിട്ടില്ല. ഓക്കെ. സെല്ലുലൈറ്റിസ്, ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സെല്ലുലൈറ്റിസ്. അപ്പോൾ ഇതിലെ ലാസ്റ്റത്തെയാണ് ഫോളിക്ലൈറ്റിസ്, ഫറങ്കിൾ. ഞാൻ അങ്ങനെയൊക്കെ ഓർത്തിരുന്നേ. ഫറങ്കിൾ, കാർബങ്കിൾ, പിന്നെ നമ്മുടെ ഇംപെറ്റിഗോ സെല്ലുലൈറ്റിസ്. ഓക്കെ. ഇനി സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം ഇസ് എ റെഡനിങ് ഓഫ് സ്കിൻ that typically begins near the mouth. ആക്ച്വലി നമ്മുടെ സ്കിൻ നല്ലപോലെ റെഡനിങ് ആവും. ആദ്യം മൗത്തിൽ തുടങ്ങി എൻഡിയർ ബോഡിയിൽ ഇത് സ്പ്രെഡ് ആവും. പിന്നെ ലാർജ് ബ്ലിസ്റ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിന്റെ ആ ഒരു ബ്ലിസ്റ്റർ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ എന്താ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ക്ലിയർ ആയിട്ടിരിക്കില്ലേ ഫ്ലൂയിഡ്. ഓക്കെ. ആൻഡ് അവിടെ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ലാക്ക് ആണ്. ഇത് മെയിൻ ആയിട്ടും എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം. ഓക്കെ. അപ്പോൾ വിത്തിൻ 2 days ദ അഫക്റ്റഡ് ഔട്ടർ ലെയർ ഓഫ് സ്കിൻ, അതായത് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് പീൽ ഓഫ് ഇൻ ഷീറ്റ്സ്. ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ ഡിപ്ഡ് ഇൻ ടു ബോയിലിംഗ് വാട്ടറിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ സ്റ്റഫൈലോകോക്കസ് സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം, അതായത് എക്സ്ഫോലിയേറ്റീവ് എന്ന് ഓർത്തിരുന്നാൽ മതി. ആ ഒരു സ്കിൻ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യും.
റെഡനിങ് ആദ്യം മൗത്തിലാണ്, പിന്നെ എൻ്റെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ ഇത്ര ഉള്ളൂടാ. സിമ്പിൾ അല്ലേ? എന്താണ്, ഇപ്പോഴേ തന്നെ ഇത് പഠിച്ചു വെക്കൂ, റിവൈസ് ചെയ്യാം. ഫസ്റ്റത്തെ ഫോളിക്കുലൈറ്റിസ് ആയിരുന്നു, ഫറങ്കൽ കാർബക്കിൾ, അതുപോലെ തന്നെ സെല്ലുലൈറ്റിസ് ഉണ്ടായിരുന്നു, പിന്നെ ഇംപെറ്റിഗോ ഉണ്ടായിരുന്നു, സ്റ്റഫൈലോകോക്കൽ സ്കാൾഡഡ് സ്കിൻ സിൻഡ്രോം. ഓക്കെ, ഇനി സിസ്റ്റമിക് ഡിസീസ്. ഫസ്റ്റ് സ്കിൻ ആണെങ്കിൽ ഇത് സിസ്റ്റമിക് ആണ്. ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സോ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു വോണ്ടോ സ്കാറോ ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു ടോക്സിൻ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ അബ്സോർവ് ചെയ്യും. എന്നിട്ട് ബ്ലഡിലൂടെ അത് പോയി നമുക്ക് ഫീവർ, വോമിറ്റിംഗ്, റാഷ്, ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് പ്രഷർ ഉണ്ടായി വഴിയാണ് നമുക്ക് ഷോക്ക് ഉണ്ടാകുന്നത്. ഇനി അടുത്തതാണ് ബാക്ടീരീമിയ. ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബാക്ടീരിയ. അതായത് ഇത് ബ്ലഡിലെ ബാക്ടീരിയ ഉള്ള പ്രസൻസിനാണ് ബാക്ടീരീമിയ എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ സ്റ്റഫൈലോകോക്ക് എൻ്റർ ദ ബ്ലഡ് ഫ്രം എ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഇതൊരു സൈറ്റ് ഉണ്ട്, അവിടെ നമ്മൾ ആ ഒരു സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ വന്നു, അത് ബ്ലഡിൽ ചെന്നു, എന്നിട്ട് വേറെ വേറെ ഓർഗൻസിൽ പോയി അവിടെ ഇൻഫെക്റ്റഡ് ആക്കി. അതായത് ഫറങ്കൽസ്, അതായത് ഫോളിക്കുലൈറ്റിസിന്റെ ഒരു ഫോം, വജൈനൽ ഇൻഫെക്ഷൻ, ഇൻഫെക്റ്റഡ് സർജിക്കൽ വൂണ്ട്സ് ആൻഡ് കണ്ടാമിനേറ്റഡ് മെഡിക്കൽ ഡിവൈസസ് സച്ച് ആസ് ഇൻട്രാവസ്കുലർ കത്തീറ്റേഴ്സ് ഹാവ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ കേസ് ഓഫ് ബാക്ടീരീമിയ. അതായത് മെയിൻ ആയിട്ടും ഇൻഫെക്ഷൻ വന്നു, ആ ഒരു ഇൻഫെക്ഷൻ ബ്ലഡിൽ കയറി പല ഓർഗൻസിലൊക്കെ പോയി, അതുപോലെ തന്നെ ഈ ഫറങ്കൽസ് അതിലൊക്കെ വരുമ്പോൾ അത് സീവിയർ ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം, ഒരു ടോക്സിക് ഷോക്ക് സിൻഡ്രോം ആണ് ബാക്ടീരിയമ. പിന്നെ എൻഡോകാർഡൈറ്റിസ് നമുക്കറിയാം ഹാർട്ട് റിലേറ്റഡ് ആണ്. സ്റ്റഫൈലോകോക്കസ് മേ അറ്റാക്ക് ദ ലൈനിങ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, ആൻഡ് ഇത് മെയിൻ ആയിട്ടും 50% ഓഫ് പേഷ്യൻസിന് എൻഡോകാർഡൈറ്റിസ് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്ര നോക്കിയാൽ മതി, എൻഡോകാർഡൈറ്റിസ്. പിന്നെ ന്യൂമോണിയ ആൻഡ് എംബൈമ. ന്യൂമോണിയ എന്താണെന്ന് അറിയാലോ, നമുക്കറിയാം ഈ സ്റ്റഫൈലോകോക്കസ് ഓറസ് എന്താണ് ഒരു ലങ്സിൽ ഇൻവൈഡ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ആൽവിയോളം നമുക്കറിയാം മെയിൻ ഏജന്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ആ ഒരു ആൽവിയോളെ ബ്രോങ്ക്യൂൾസിലൊക്കെ എന്താണ് ഫ്ലൂയിഡ് ഫിൽഡ് ആവുമ്പോഴാണ് അവിടെ എന്താണ് ന്യൂമോണിയ വരുന്നത്. അവിടെ ഇൻവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ പിന്നെ എന്താണ് അതിന്റെ ആ ഒരു സെൽസ് ഒക്കെ, ലങ് പാരൻ കൈമ, ലങ് ടിഷ്യൂസ് ഒക്കെ അവിടെ എന്താണ് ഡാമേജ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി in 10% of patients with staphylococcal pneumonia, infection spread to space between lung and chest. അവിടെ ചെസ്റ്റിലൊക്കെ സ്പ്രെഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എംബൈമ, പസ് ഇൻ പ്ലൂറൽ കാവിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് എംബൈമ എന്ന് പറയുന്നത്. ഫുഡ് പോയിസണിങ് നമ്മൾ പറഞ്ഞു, അത് എൻഡറോടോക്സിൻ ബി വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. നമുക്കറിയാം കഴിച്ച അപ്പം തന്നെ, യൂഷ്വലി നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിച്ച അപ്പം തന്നെ ഈ ഒരു ഇതുണ്ടാവും. യൂഷ്വലി നമുക്കറിയാവുന്നതാണ് ഫുഡ് പോയ്സന്റെ സിംറ്റംസ്: ഛർദ്ദിക്കാൻ വരുന്നു, വോമിറ്റിങ്, ഡയേറിയ, റീഹൈഡ്രേഷൻ, ലോ ബ്ലഡ് പ്രഷർ. ഇനിയാണ് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെമിഡിസ്. എടാ നമ്മൾ സ്റ്റഫൈലോകോക്കസ് ഓറസ് കഴിഞ്ഞടാ. ഏതൊക്കെയാണ്? സിസ്റ്റമിക് ടോക്സിക് ഷോക്ക് സിൻഡ്രോം, ബാക്ടീരീമിയ, എൻഡോകാർഡൈറ്റിസ്, ന്യൂമോണിയ, എംബൈമ, ഫുഡ് പോയ്സണിങ്. ഇനിയാണ് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. ഇത് മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ IV കത്തീറ്റർ ഒക്കെ ഇടില്ലേ, അവിടെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഇത് എൻഡോകാർഡൈറ്റിസ് വരാനായിട്ടും ഒരു മെയിൻ കോമൺ കോസ് ആണ്. പിന്നെ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റില്ലേ, അവർക്ക് ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ ഇവിടെ, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പല്ലൊക്കെ ഉണ്ടാവില്ലേ, ഇംപ്ലാന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഈ സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് വരും. ഇനിയാണ് സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്. ഇത് യൂഷ്വലി ഒരു UTI, അൺകോംപ്ലിക്കേറ്റഡ് ഫീമെയിൽസിനാണ് വരുന്നത്. റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അക്യൂട്ട് ഫൈലോനെഫ്രൈറ്റിസ്, കിഡ്നിയിൽ വരുന്നൊരു ഇൻഫ്ലമേഷൻ ആണ്. സിസ്റ്റൈറ്റിസ്, യൂറിത്രൈറ്റിസ്, പ്രോസ്റ്റാറ്റിസ്. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ MRSAയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സർട്ടൺ ഒരു ആന്റിബയോട്ടിക് കൊടുക്കുകയാണ്. പെനിൻസിലൊക്കെ പണ്ട് ഭയങ്കര റെസിസ്റ്റന്റ് ആയിരുന്ന ഒരു കാര്യമല്ലായിരുന്നു, കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് ബാക്ടീരിയക്ക് ഇത് ശീലമായി. ഇനി ഇതെൻ്റെ അടുത്ത് ഏക്കില്ല. അപ്പൊ അതിന് പകരമായിട്ട് വേറെ ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ പെനിൻസിലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കിക്ക് നമുക്ക് പെനിൻസിലിൻ, ആംബിസിലിൻ കൊടുക്കാം. പെനിൻസിലിൻ ഒട്ടും ഏൽക്കില്ലെങ്കിൽ നമുക്ക് നാഫിസിലിൻ, അതുപോലെ തന്നെ ക്ലോക്സാസിലിൻ കൊടുക്കാം. പിന്നെ മെത്തിസിലിൻ റെസിസ്റ്റന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, വാങ്കോമൈസിൻ കൊടുക്കാം. അപ്പൊ അത്ര ഉള്ളൂടാ.
ഇനി നമ്മൾ ജീനസ് സ്ട്രെപ്റ്റോകോക്കെ നാളെ പഠിക്കും. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റഫൈലോകോക്കസ് എന്ന് പഠിച്ചു. സിമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കസ്. സ്റ്റഫൈലോകോക്കസ് ഓറസ് പഠിച്ചു, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡൈസ് പഠിച്ചു, അതുപോലെ തന്നെ സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് പഠിച്ചു. അപ്പൊ സിമ്പിൾ ആണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് സ്ട്രെപ്റ്റോകോക്കെ പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാല്ലേ, അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും അല്ലേ, ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത് നമുക്ക് കണ്ണടച്ച് എഴുതാൻ ഗ്രാം പോസിറ്റീവ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയേ ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക്. സെക്കൻഡ് പോയിന്റ് കിട്ടി. അതായത് സ്റ്റഫൈലോകോക്കസിനെ പോലെ തന്നെ ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, ഗ്രാം പോസിറ്റീവ് ആണ്. ഓക്കെ, സെയിം. നോൺ മോട്ടൈൽ ആണ്, നോൺ സ്പോറിലേറ്റിംഗ് ആണ്. സെയിം പോയിന്റ് ഏതാടാ? മറ്റേതിലെ പോലെ തന്നെ നോൺ മോട്ടൈൽ, നോൺ സ്പോറിലേറ്റിംഗ്. സ്പിറിക്കുലർ ഓവൽ സെൽസ് മറ്റേതിലെ പോലെ തന്നെ സെയിം. ഫെയേഴ്സ് ചെയിൻസ്. ഓക്കെ, ചെയിൻ ആയിട്ട് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ചെയിൻ ആയിട്ടാണ്. ഇതാണ് ഫിഗർ, വരച്ചു വെച്ചോളൂ. ടൂറിംഗ് ഗ്രോത്ത് കാറ്റലൈസ് നെഗറ്റീവ്, അതായത് ഇത് കാറ്റലൈസ് ഉണ്ടാക്കത്തില്ല. നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റഫൈലോകോക്കസിനെ സ്ട്രെപ്റ്റോകോക്കസിനെ മെയിൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസ് കാറ്റലൈസ് എൻസൈം. അപ്പൊ ഒന്നുമില്ലടാ, ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാറ്റലൈസ് അത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഓവലാണ്. പക്ഷെ പിന്നെ അത് ചെയിൻ പോലെയാണ് ഉണ്ടാവുന്നത്. സ്പെറിക്കൽ ആണ്, ഗ്രാം പോസിറ്റീവ് ആണ്, ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, നോൺ സ്പോറിലേറ്റഡ് ആണ്, നോൺ സ്പോറിംഗ്, നോൺ മോട്ടൈൽ. ഇനി അതിന്റെ ഹീമോലൈസിസ് ടൈം. ഹീമോലൈസിസ് എന്താണ്? ടോക്സിൻ ആണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ നമുക്ക് നാളെ പഠിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.